Hi guys, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏതാനും കുറച്ച് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ് ഹോട്ടസ്റ്റ് ന്യൂസുകളാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസുകൾ ഇതാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം കൊറോണ വൈറസ്. അതിപ്പോൾ ചൈനയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും അതിനെപ്പറ്റിയുള്ള പാനിക്കിലാണ്. ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ പോലും 2 സ്ഥലങ്ങളിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനയിലെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 14,600 സംതിങ് ആൾക്കാർക്ക് ഇതിനോടകം തന്നെ കൊറോണ വൈറസ് ബാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതനുസരിച്ച് 361 കൺഫേം ഡെത്തുകളാണ് ഇതുവരെ കൊറോണ വൈറസ് മൂലം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൊറോണ വൈറസ് നമ്മളെങ്ങനെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ആപ്പിളിൻ്റെ പ്രോഡക്ട്സുകളുടെ മാസ് പ്രൊഡക്ഷൻ നടക്കുന്നത് ചൈനയിലെ ഫോക്സ്കോൺ ഫാക്ടറിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആപ്പിൾ എടുത്തേക്കുന്ന ഡിസിഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഔട്ട് ബ്രേക്കിന് ക്യൂർ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ആകുന്നവരെ ആപ്പിളിൻ്റെ ചൈനയിലുള്ള എല്ലാ സ്റ്റോറുകളും ആപ്പിൾ ഇപ്പോൾ തന്നെ ഷട്ട് ഡൗൺ ചെയ്തേക്കുവാണ്. അതോടൊപ്പം തന്നെ ഇത് ബാധിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഷിപ്മെൻറ്റിനെയും അതേപോലെ മാനുഫാക്ചറിങ്ങിനെയാണ്. കാരണം ഈ ഒരു ഔട്ട് ബ്രേക്ക്, ഈ ഒരു വൈറസിൻ്റെ ഔട്ട് ബ്രേക്ക് മുതലും തന്നെ ഫോക്സ്കോണിലുള്ള ഷിപ്മെൻറ്റുകളും മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐഫോണുകളിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സെയിൽസുമുള്ള ഫോണാണ് ഐഫോൺ 11 പ്രോയും 11 പ്രോ മാക്സിനെയൊക്കെ തള്ളി ഐഫോൺ 11 തന്നെയാണ് ഇപ്പം ടോപ്പിൽ നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനെ ഇത് കാര്യമായിട്ട് ബാധിക്കും. ഇതുമൂലം അടുത്ത കുറച്ച് മാസത്തേക്കുള്ള ഷിപ്മെൻറ്റ് ഡിലേ ആകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ. അതുപോലെ അടുത്ത രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യക്കാർക്ക് ആശ്വസിക്കാൻ അല്ലെങ്കിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതിനെപ്പറ്റി ഒരു 6 മാസം മുമ്പ് വീഡിയോ ചെയ്തായിരുന്നു, മറ്റേ ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു. അതായത് ആപ്പിൾ ഇന്ത്യയിൽ സ്വന്തമായിട്ട് അവരുടെ ഓൺലൈൻ സ്റ്റോർ കൊണ്ടുവരാൻ പോകുന്നു. അതിൻ്റെ ഒരു പ്രൂഫായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ apple.com/in എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഇന്ത്യൻ ഒഫീഷ്യൽ സൈറ്റാണ്. അതിൽ ഹോം പോഡുകൾ നമുക്ക് അവൈലബിൾ മീൻസ് അതിൻ്റെ അവൈലബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ആപ്പിൾ ഇന്ത്യൻ ഒഫീഷ്യൽ സ്റ്റോർ ഓൺലൈൻ സ്റ്റോറിൻ്റെ ബാക്ക് എൻഡ് പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെവലപ്പേഴ്സ് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമുക്കിപ്പം ഹോം പോഡ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സംഭവം കൂടെ ഇന്ത്യയിൽ വരാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, തേർഡ് പാർട്ടി ബയേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റോറുകളിൽ നിന്ന് നമുക്ക് ഹോം പോഡ് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇന്ത്യയിൽ ഹോം പോഡിന് അത്ര പ്രചാരത്തിൽ അല്ലെങ്കിൽ അത്ര പ്രചാരമില്ല. കാരണം ഒന്ന് അതിൻ്റെ പ്രൈസ്, ഒന്ന് അവൈലബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അത്രയ്ക്കും ഹോം പോഡുകളെ പറ്റി പറഞ്ഞ് കേട്ടിട്ടില്ല. ആ ഒരു വീഡിയോസും വളരെ കുറവാണ്. ഹോം പോഡിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി അറിയാം, ഇന്ത്യയിൽ വളരെ കുറവാണ്. പക്ഷേ റൂമേഴ്സ് അനുസരിച്ച് ഇന്ത്യയിൽ ആപ്പിളിൻ്റെ ഓൺലൈൻ സ്റ്റോർ വരുമ്പം ഹോം പോഡും കാണും. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അമേരിക്കയിലുള്ളതിനേക്കാളും ചീപ്പായിട്ട് നമുക്ക് ഇന്ത്യയിൽ ലഭിക്കും. അതായിരിക്കും അതിനകത്തെ ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ തലവൻ ടിം കുക്ക്, അദ്ദേഹം ഇന്ത്യ റീവിസിറ്റ് ചെയ്യാൻ പോകുന്നു. നമുക്കറിയാം 2016 ഏറ്റവും അവസാനമായിട്ട് ടിം കുക്ക് ഇന്ത്യയിൽ വന്നത്. അതിനോടനുബന്ധിച്ച് നമുക്കൊരു ഗുണമുണ്ടായി. അതായത് ആപ്പിളിൻ്റെ ഡാറ്റാ സെൻറ്റർ ഹൈദരാബാദിൽ സ്റ്റാർട്ട് ചെയ്തു, ആപ്പിളിൻ്റെ മാപ്പ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആപ്പിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ UB സിറ്റിയിലാണ് ആപ്പിളിൻ്റെ ഇന്ത്യ ഹെഡ് ക്വാർട്ടേഴ്സ്, ആപ്പിൾ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ടിം കുക്കിൻ്റെ വരവിനോട് ചേർത്ത് വായിക്കുവാണെങ്കിൽ സൂൺ ഈ ഒരു വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടെ ആപ്പിളിൻ്റെ ഫിസിക്കൽ സ്റ്റോർ ആപ്പിൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് നമുക്കിപ്പോൾ അറിയാം, MI സ്റ്റോർ എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് ഷവമിയുടെ സ്റ്റോറുകൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ മുക്കും മൂലകളുണ്ട് എന്ന് പറഞ്ഞ പോലെ ആപ്പിളിൻ്റെ ഫിസിക്കൽ സ്റ്റോർ, ഒറിജിനൽ ആപ്പിളിൻ്റെ സ്റ്റോർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. അതിൻ്റെയും കൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ടിം കുക്ക് ഇന്ത്യയിലേക്ക് വരുന്നത്. മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ iPhone SE 2. അപ്പം iPhone SE 2 അല്ലെ iPhone 9 വരുമ്പം നമുക്ക് ഇന്ത്യക്കാർക്കായിരിക്കും അതിൻ്റെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ്. കാരണം iPhone ലൈനപ്പിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഫോണായിരിക്കും iPhone 9 എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴും കുറേ ആൾക്കാർ 4.7 ഇഞ്ച് സൈസുള്ള, അതായത് ഇപ്പോഴത്തെ iPhone 8-ൻ്റെയും 7-ൻ്റെയൊക്കെ ഷേപ്പുള്ള ഫോണുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആപ്പിളിന് ഇന്ത്യയിൽ ഒരു വേരുറപ്പിക്കാൻ വേണ്ടി അല്ലെ ആ ഒരു മാർക്കറ്റ് കീഴടക്കാൻ വേണ്ടി ആപ്പിൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫോണായിരിക്കും ഈ ഒരു 4.7 ഇഞ്ച് സൈസുള്ള iPhone 9 എന്ന് പറയുന്നത്. അതിന് LCD റെറ്റിന ഡിസ്പ്ലേ തന്നെ ആയിരിക്കും റൂമറുകൾ അനുസരിച്ച്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ മുടക്കുന്ന ക്യാഷിന് അത് വർത്തായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊസസ്സർ ആകാൻ പോകുന്ന A13 ബയോണിക് ചിപ്സെറ്റ് ആയിരിക്കും. അതായത് ലേറ്റസ്റ്റ് iPhone 11-ലും 11 Pro Maxിലും ഒക്കെ കാണുന്ന സെയിം പ്രൊസസ്സർ. അതിൻ്റെ റാം എന്ന് പറയുന്നത് ഏകദേശം 3 GB റാമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 3rd ജനറേഷൻ ടച്ച് ID ആയിരിക്കും അതിൽ വരുന്നത്.
മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ iPhone 9 കൂട്ടി വായിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് കഴിഞ്ഞ ദിവസം യൂറേഷ്യൻ കമ്മീഷൻ പുതിയൊരു അജണ്ട അവർ കൊണ്ടുവന്നു. അതായത് എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും ഒരൊറ്റ സിംഗിൾ കോമൺ ചാർജർ അല്ലെങ്കിൽ ചാർജിങ് പോർട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ഐഡിയ ആണ് യൂറേഷ്യൻ കമ്മീഷൻ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂള് എല്ലാ മാനുഫാക്ചേഴ്സും ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റെടുക്കണം. കാരണം അത് ഏറ്റെടുക്കാതെ വഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂള് കൺഫേം ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ iPhone 9 അതോടൊപ്പം തന്നെ iPhone 12 ഒക്കെ നമുക്ക് ഇനി USB Type-C പോർട്ടിലേക്ക് അല്ലെങ്കിൽ USB Type-C പോർട്ടോടെ കാണാൻ സാധിക്കും. അങ്ങനെ വരുവാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും ഈ ഇറങ്ങാൻ പോകുന്ന iPhone SE 2-നും അതോടൊപ്പം iPhone 12-നും. അപ്പം iPhone 9 ഇറങ്ങുവാണെങ്കിൽ ഇറങ്ങിയതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹൈ പെർഫോമൻസ് ഹൈ പവർ എഫിഷ്യൻറ്റ് സ്മാർട്ട് ഫോണിൽ ഒന്നായിരിക്കും iPhone 9 എന്ന് പറയുന്നത്. അതോടൊപ്പം അതിൻ്റെ പ്രൈസിൻ്റെ റൂമർ എന്ന് പറയുന്നത് ഏകദേശം $399 പറയുന്നത്. അത് ഏകദേശം നമ്മുടെ നാട്ടിൽ 27,000 രൂപയോളം വരും. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നെങ്കിൽ, കാരണം ഈ ഒരു iPhone 9-ഉം ഈ ആപ്പിളിൻ്റെ ഓൺലൈൻ സ്റ്റോറും വരുന്നത് കൂട്ടിച്ചേർത്ത് വായിക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇന്ത്യയിൽ ഈ ഒരു iPhone 9 അവൈലബിൾ ആകാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വിൻ ആയിരിക്കും ഇവിടുത്തെ കസ്റ്റമേഴ്സിന്. ഇവിടുത്തെ ആപ്പിളിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. സോ ഡെഫിനറ്റ്ലി അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് iPhone 9 അതായത് iPhone SE 2. അപ്പം തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. അതോടൊപ്പം തന്നെ റൂമറുകൾ അനുസരിച്ച് പുതിയ 13-inch MacBook Pro മിക്കവാറും അത് 14-inch ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ചാൻസുകളെല്ലാം കാണുന്നുണ്ട്. അതായത് 13-inch സൈസിൽ തന്നെ 14-inch ഡിസ്പ്ലേ കൊടുക്കുക എന്നുള്ളൊരു പരീക്ഷണത്തിലാണ് ആപ്പിൾ. അതോടൊപ്പം തന്നെ അവരുടെ പുതിയ കീബോർഡ്, നമുക്കറിയാം പുതിയ MacBook Pro 16-inch പഴയ കീബോർഡിലേക്ക് ആപ്പിളിൻ്റെ മെക്കാനിക്കൽ കീബോർഡിലേക്ക് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ കീബോർഡ് മാറി മെക്കാനിക്കൽ കീബോർഡിലേക്ക് തിരിച്ചു വരുവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അപ്ഡേറ്റ് ഇപ്പം നിലവിലുള്ള 13-inch ഇല്ല. ഇപ്പോഴും ആ ഒരു പഴയ ബട്ടർഫ്ലൈ കീബോർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊരു അപ്ഡേറ്റ് കൊണ്ടുവരിക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റും അതോടൊപ്പം തന്നെ ഈ ഒരു ഡിസ്പ്ലേ സൈസിനകത്ത് അല്ലെങ്കിൽ ആസ്പെക്ട് റേഷ്യോത്തുള്ള വ്യത്യാസം വരുത്തി പുതിയൊരു 14-inch MacBook Pro വരാനുള്ള റൂമറുകളെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണും നിങ്ങൾ മറക്കാതെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഇൻസ്റ്റാഗ്രാം പേജ് ആപ്പിൾ മലയാളം ഒഫീഷ്യൽ എന്നാണ് പേര്. ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. Catch you guys in the next video. Till then, peace out.